രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് മലയാള സിനിമയിൽ അത് അമ്മ സംഘടനയ്ക്ക് ബദലായിട്ട് WCC എന്നുള്ള രീതിയിൽ ഒരു സംഘടന പോലെ ഒരെണ്ണം രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാർവതി തിരുവോത്തും ഗീതു മോഹൻദാസും പത്മപ്രിയയും റീമ കല്ലിങ്കലും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് WCC എന്ന് പറയുന്ന ഒരെണ്ണം രൂപീകരിക്കുകയുണ്ടായത്. മഞ്ജു വാര്യരും എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള പോക്കിൽ മഞ്ജു വാര്യർ അതിൽ നിന്ന് സഹകരിക്കാതെ മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ WCC എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ശരിക്കും കൂടുതൽ ആൾക്കാർ അത് ശ്രദ്ധിക്കാൻ, ഇപ്പം നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള അതിന് ശേഷമൊക്കെ ഈ WCC ഉണ്ടായെങ്കിൽ പോലും മമ്മൂക്കയുടെ കസബയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഒരു ഫിലിം ഫെസ്റ്റിവലിൽ സിനിമയെക്കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാകുന്ന സമയത്ത് മലയാളത്തിലെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യുകയും, പക്ഷെ പുറത്ത് ആരും അത് പറയാതിരിക്കുമ്പം ഗീതു മോഹൻദാസ് പാർവതിയോട് അത് പറയാൻ ആവശ്യപ്പെടുകയും, പാർവതി ആ സമയത്ത് എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഏറ്റവും മുൻനിര നായികയായിട്ട് പാർവതി നിൽക്കുന്ന സമയം പാർവതി അനാവശ്യമായിട്ട് അവിടെ കസബ എന്ന് പറയുന്ന സിനിമ വലിച്ചഴിക്കുകയും ചെയ്തു. കാര്യം അതിലും വലിയ സ്ത്രീവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധത കാണിക്കുന്ന സംഭാഷണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ടും സ്ത്രീവിരുദ്ധത കാണിക്കുന്ന ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ടായണക്കെ കസബ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഇവർ എത്തിച്ചേർന്നു. കാര്യം എനിക്കെന്നല്ല ആർക്കും ഇപ്പോഴും മനസ്സിലാവാത്തത്, കാര്യം മമ്മൂക്കയ്ക്കൊപ്പം നിൽക്കുന്ന മമ്മൂക്കയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള നടന്മാരുടെയും അല്ലെങ്കിൽ കുറച്ച് താഴോട്ടുള്ള ആൾക്കാരുടെയും ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് മുൻകാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയ്ക്കകത്തൊക്കെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സംഭാഷണങ്ങളും അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ആംഗ്യ പ്രയോഗങ്ങളും ഒക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സിനിമയ്ക്കറിയാതെ, ഞാനിപ്പോൾ ഒരു സിനിമയുടെ പേരായിട്ട് എടുത്ത് പറയുന്നില്ല, ആരുടെ സിനിമയാണെന്ന് പറയുന്നില്ല, മിക്കവാറും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള സിനിമ. അപ്പോൾ ഒന്നുമില്ലാതെ കസബയിലേക്ക് വന്നത് മമ്മൂക്കയെ അനാവശ്യമായിട്ട് ലക്ഷ്യം വെക്കാൻ അല്ലെങ്കിൽ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിപ്പോൾ പാർവതി ചിലപ്പോൾ നിരപരാധിയായിരിക്കും, ആരെങ്കിലും പാർവതിയെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കും. ആ കാലത്ത് ഗീതു മോഹൻദാസിനെ പോലുള്ള ആൾക്കാരാണ് പാർവതിയെ കൊണ്ട് പറയിച്ചതെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാനിടയുണ്ടായി. കാര്യം പാർവതിയെ തട്ടി അല്ലെങ്കിൽ പറയുന്നൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നെന്നുള്ള ചർച്ചകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർവതി പറയും, അതിനുശേഷം പാർവതിക്ക് നല്ല രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം തന്നെ നേരിടേണ്ടി വന്നു. പിന്നീട് ഈ WCC വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും, എന്നാൽ ഈ പറയുന്ന കണക്ക് അവരുടെ സംഘടനയിൽ പെട്ടവരുടെയോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് പുറത്തുള്ള സിനിമ സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നിടത്ത് ഇവർ പിന്നോക്കം പോവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ സംഘടനയുടെ ഒരു ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിൽ പലരും ചർച്ച ചെയ്യുകയും ചെയ്തു. എന്താണ് WCCക്ക് ഒരു രണ്ട് രീതി എന്നുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പാർവതിയെ കൊണ്ട് കസബയുടെ പേര് പറയിക്കാൻ നിർബന്ധിച്ചവരിൽ ഒരാളായിട്ടുള്ള, അല്ലെങ്കിൽ നിർബന്ധിച്ച് ഗീതു മോഹൻദാസ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മൾ പലയിടത്തും കണ്ട്, ടോക്സിക് എന്നും പറഞ്ഞിട്ട് യാഷിനെ നായകനാക്കിയിട്ട് എടുക്കുന്ന സിനിമ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയ്ക്കകത്ത് വേണമെങ്കിൽ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന കണക്ക് നായകൻ മദ്യമോ മറ്റോ ഒരു സ്ത്രീയുടെ, ഒരു നായികയാവാം ആരും ആവാം, അവരുടെ തലവഴിയെ ഒഴിക്കുന്നു എന്നുള്ള രീതിയിൽ കൂടെ. അപ്പം ഈ സ്ത്രീ വിരുദ്ധത കാണിക്കുന്നതിനെ എതിർത്ത് ഒരാൾ തന്നെ അവർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയ്ക്കകത്ത് ഇത്തരത്തിലൊരു സ്ത്രീ വിരുദ്ധത ഉൾപ്പെടുത്തിയതിനെ വീണ്ടും ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിൽ പരിഹസിക്കുകയും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ഇവരുടെ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് പാർവതി തിരുവോത്തിന് റീമ കല്ലിങ്കലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്നും കാര്യം ഇതുവരെ ബോധ്യപ്പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ലെങ്കിലും, പാർവതിയാക്കിയ ഒരു കാര്യത്തിനകത്ത് ഗീതു മോഹൻദാസിനെ ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലയിടത്തു നിന്ന് അൺഫോളോ ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിനകത്ത് പാർവതി ചെയ്ത ശരിയാണ്. കാര്യം അന്നേരത്തെ ഒരു പ്രഷറിൻ്റെ പുറത്ത് ചിലപ്പോൾ അത് പാർവതി പറഞ്ഞു പോയെങ്കിലും, ചിലപ്പം പാർവതി അതിനകത്ത് ഉറച്ചു നിൽക്കുന്നതാണെങ്കിലും, ഈ പറഞ്ഞ കണക്ക് പാർവതിയെ പറയിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ആൾക്കാർ അവരുടെ സിനിമയ്ക്കകത്തൊരു അവസരം വന്നപ്പോഴത്തേക്ക് അത് സിനിമയായിട്ട് കാണണമെന്നുള്ള രീതിയിൽ ഒരു സ്ത്രീവിരുദ്ധത കുത്തിക്കയറ്റുമ്പം പിന്നെ കസബയ്ക്കകത്ത് എന്തായിരുന്നു, അത്തരത്തിലുള്ള സിനിമയായിട്ട് കാണണ്ടേ? അല്ലെങ്കിൽ തന്നെ കസബയിലെ നായകൻ മമ്മൂക്കയാണ്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധനുമല്ല, ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അതേ ഒരു സ്ത്രീ വിരുദ്ധനുമല്ല. ഇത്രയും നാൾ ഒരു സ്ത്രീ വിരുദ്ധൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കയ്ക്ക് നേരെ ഒരു ആരോപണമായിട്ട് ചെല്ലേണ്ടെന്നൊരു അവസരം പോലും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു നടനോ താരോ ഒക്കെയാണ് മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്കയ്ക്കെതിരെ കരുതി കൂട്ടിയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഇത്തരത്തിലുള്ള മമ്മൂക്കയുടെ കസബ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പേര് അതിലേക്ക് വലിച്ചഴക്കുകയുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് പാർവതി ഗീതു മോഹൻദാസിനെ അൺഫോളോ ചെയ്തിട്ടുണ്ട്. കാര്യം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വളരെ വലിയ രീതിയിൽ തിളങ്ങി നിന്ന് അത് ഗീതു മോഹൻദാസിനോ അല്ലെങ്കിൽ ആ കാലത്ത് പത്മപ്രിയയ്ക്കോ റീമ കല്ലിങ്കലിനോ ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്നതിൻ്റെ മുകളിലേക്കായിരുന്നു പാർവതിയുടെ ആ കാലത്തൊരു വളർച്ചയെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പ്രവൃത്തി കൊണ്ട് പാർവതിയുടെ ഒരു വളർച്ചയ്ക്ക് തടയിടാൻ പലർക്കും സാധിച്ചു. ഇപ്പോഴെങ്കിലും പാർവതി അത് തിരിച്ചറിഞ്ഞതിനകത്തും ഇനിയെങ്കിലും ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചും ആലോചിച്ചും ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ വളരെ വലിയൊരു ഭാവി തന്നെയാണ് പാർവതിയുടെ മുന്നിൽ ഉണ്ടാവുക. താങ്ക് യു.